ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 2-3 മിനിറ്റുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോക്ക് വന്നാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക. എന്നാലും മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി നമുക്ക് ആകെ വേണ്ടത് നമ്മൾ അരിപ്പൊടി ഇല്ലേ, നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ, അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് വേണ്ടത്. അതെടുത്തതിന് ശേഷം നമുക്ക് ആദ്യം ജാർ എടുക്കണം. ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാ വെച്ചാൽ നമ്മൾ ഏത് പൊടി അരിക്കുകയാണെങ്കിലും ഗോതമ്പൊടിയോ മൈദപ്പൊടി ഏത് പൊടിയാണെങ്കിലും നമ്മൾ ചിലപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ബ്ലേഡുമ്പോൾ അടിയിലൊക്കെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അടിയിൽ ഇങ്ങനെ പറ്റി പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത് കേട്ടോ. എന്നിട്ട് പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ ഒരു 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ട് നമുക്ക് എത്രയും അപ്പം വേണം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അത് പൊടി എടുക്കാൻ കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ അതുകൊണ്ട് ഒരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊന്ന് തിക്കായിട്ടെന്ന് അറിയാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടി ലൂസാക്കി എടുക്കുക. അപ്പോഴല്ല കറക്റ്റ് അരഞ്ഞ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് അരയില്ല. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് അരിപ്പൊടിയുടെ ഒരു കട്ടൊന്നും ഇല്ലാതെ നന്നായിട്ട് അടിച്ചിട്ട് കൊടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കുക. ഇതുപോലെ നല്ല ലൂസായിട്ട് നമുക്ക് ലൂസായിട്ടാണ് ഈ ബാറ്റർ വേണ്ടത്. കട്ടിയിലൊന്നും അല്ല വേണ്ടത്, നല്ല ലൂസാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ തരി ഒന്നും ഇല്ലാതിരുന്നാൽ മതി കേട്ടോ. അരിപ്പൊടിയുടെ തരികളോ കട്ടൊന്നും ഇല്ലാതിരുന്നാൽ മതി. അപ്പോൾ അതുപോലെ നൈസായിട്ട് അടിച്ചു കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് എത്രത്തോളം ലൂസാക്കാം അത്രയും ലൂസാക്കാം കേട്ടോ. അതായത് നമ്മൾ ഇവിടെ ഒഴിക്കുമ്പോൾ അവിടെ എത്ര നല്ല രീതിയിൽ വേണം ലൂസാവാൻ. നമ്മൾ ഇളക്കി കൊടുത്തോളാം. ഇതുപോലെ ലൂസായിട്ട് വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് അത്രയും ലൂസാണ് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് നല്ല ജീരകമില്ല അതിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേണ്ടത് കുറച്ച് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കുക. ഈ നല്ല ജീരകവും ചുവന്നുള്ളിയൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കുക കേട്ടോ. തേങ്ങ മാത്രം ഇട്ടാലും മതി. അത് തേങ്ങ ഇഷ്ടമില്ലെങ്കിൽ വെറും ഈ അരിപ്പൊടി വെള്ളം ഉപ്പ് മാത്രം ചേർത്തിട്ട് നിങ്ങൾക്ക് അടിച്ചെടുത്തിട്ട് ഇതുപോലെ ആക്കാം കേട്ടോ. ഞാനത് ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ഒക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്കത് വേറെ കറികളൊന്നും വേണ്ട ഇതിൻ്റെ കൂടെ കഴിക്കാൻ. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് കേട്ടത്. വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. ഈ ചുവന്നുള്ളിയും ജീരകം കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മാത്രം അത് ഒഴിവാക്കിയാൽ മതി. ഇട്ടുണ്ടെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് കിട്ടും. നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ചതിന് ശേഷം കുറച്ച് എണ്ണ ഇതുപോലെ തടവി കൊടുക്കുക. അതിന് ശേഷം നമ്മളെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണ്ട ഒഴിച്ച് കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ കുറച്ച് നേരം വെച്ചിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് അടിയിലേക്ക് തന്നെ പൊടി കട്ട പിടിച്ചിട്ടുണ്ടാവും. ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കട്ടിയിൽ ഒഴിച്ച് കൊടുക്കരുത്, ലൂസായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ വലിയ കയ്യിലില്ലേ അത് എടുത്തിട്ട് വേണം അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന കയ്യിലെന്ന് പറയും, ചിലയിടത്ത് തവി എന്ന് പറയും. അപ്പോൾ ഞാൻ ചെറുതാണ് എപ്പോഴും യൂസ് ചെയ്യുക. ഇപ്പോൾ ദോശ ചൂടാണെങ്കിൽ എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ ചെറുതാണ് എടുക്കുക. വലുതാണെങ്കിൽ എനിക്ക് ഒറ്റ പ്രാവശ്യം ഒഴിക്കാനുള്ളത് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് അത് അപ്പം തന്നെ അടച്ചു വെച്ച് 2-3 മിനിറ്റ് കഴിഞ്ഞത് ആ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന രീതിയിലായിട്ടുണ്ടാവും. അടിയിലിങ്ങനെ നമ്മൾ എണ്ണ തടവി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു മുരിഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ. നമുക്ക് പാനിൽ നിന്ന് കിട്ടുന്ന രൂപമായിട്ടുണ്ട്. ഇനി മറിച്ചിടുന്നു വേണ്ട, ഇതങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ അത്രയുള്ള പണി. ഇനി രണ്ടാമത്തത് ഞാൻ അതുപോലെ തന്നെ എണ്ണ തടവിയിട്ട് നമ്മൾ സെയിം അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പൊടി ഒന്നാകെ ഇളക്കിയിട്ട് വേണ്ട ഒഴിച്ചു കൊടുക്കാൻ. ചിലപ്പോൾ അടിയിലേക്ക് ഇങ്ങനെ കട്ടതായി ഉണ്ടാവും. അതുപോലെ ലൂസാക്കിയിട്ട് ഞാൻ ഈ ചെറുതായതുകൊണ്ടാണ് 2-3 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുന്നത്. വലിയ കയ്യിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം ഒഴിച്ചിട്ട് ഇതുപോലെ അവിടെ ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ അപ്പത്തിന് കട്ടി ഉണ്ടാവാൻ പാടില്ല. നല്ല നൈസായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ അടച്ചു വെക്കുക. 2 മിനിറ്റ് തന്നെ അടച്ചു വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ അതിങ്ങനെ നല്ല മുരിഞ്ഞ് നമുക്ക് കിട്ടുട്ടതാ ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ വിട്ട് വന്ന് നിൽക്കണല്ലേ എടുത്ത് മാറ്റട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. അരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പം കേട്ടോ. നീർദോശ എന്ന് നമ്മൾ പറയാം. ചില സ്ഥലങ്ങളിൽ കലക്കിപ്പാരി നീർദോശ എന്നൊക്കെ പറയും. അപ്പോൾ കറിയൊന്നും വേണ്ട അത് കഴിക്കാൻ. വെറുതെ ഇതുപോലെ ചൂടോടെ വെറുതെ ഇങ്ങനെ കടിച്ച് കഴിക്കാനും ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു എളുപ്പത്തിൽ അപ്പം വേറെ ഉണ്ടാവില്ല. അത് അരി കുതിർക്കാനോ തലേ ദിവസം വെള്ളത്തിലിടാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റുമാണ്. ഇനിയിപ്പോൾ കറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ ഏത് കറിക്കും നിങ്ങൾക്ക് ഇത് കഴിക്കാം കേട്ടോ. മീൻ കറി അടക്കം ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.